ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ കടലപ്പരിപ്പും 1/2 ടീസ്പൂൺ ഉഴുന്നും പരിപ്പും കൂടിയിട്ട് നന്നായി പൊട്ടി വരുമ്പോൾ ആ സമയത്ത് 4 ടേബിൾ സ്പൂൺ കുരുവില്ലാത്ത ഉണക്കമുന്തിരിയും 2 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട്സും പിന്നെ 2 വറ്റൽമുളകും പിന്നെ ഒരു 3-4 കതിരൊക്കെ വേപ്പില ആയിക്കോട്ടെ. നല്ലോണം വേപ്പില തന്നെ ഇട്ടിട്ട് നല്ലതാണ് വയറിന്. അപ്പോൾ നന്നായിട്ട് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ആ കാഷ്യൂ റൈസിൻസൊക്കെ ഒന്ന് ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് വരുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. കാഷ്യൂ ഒക്കെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡായി വരുമ്പോൾ അതിലേക്ക് ഇനി കപ്പലണ്ടി ഇട്ട് കൊടുത്താൽ മതിയാവും. കപ്പലണ്ടി ഇടുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ 3 ഗുണ്ടുമുളക് നല്ല എരിവുള്ള ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ഇഞ്ചിൻ്റെ ഇഞ്ചി കഷ്ണം പൊടി അരിഞ്ഞിട്ട് കൊടുക്കാം. ഒരു മീഡിയം സൈസുള്ള സവാള പൊടിയായിട്ട് തന്നെ അരിഞ്ഞിട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കായംപൊടിയും ഇതിലേക്ക് ഈ മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ചില്ല് പരിവാവുന്ന വരെ ഒന്ന് ഇളക്കിയാൽ മാത്രം മതി. ഇതിലേക്ക് നമുക്ക് ചീവി വെച്ചിരിക്കുന്ന ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ഒന്നിട്ട് കൊടുക്കാം. ഇതിലേക്ക് പച്ച പട്ടാണി ഉണ്ടെങ്കിൽ അതും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കട്ടെ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതാ 1 കപ്പ് സൂചി ഗോതമ്പാണ്. ഇത് കഴുകി വാർത്ത് വെച്ചിരിക്കുന്നതാണ്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതൊന്ന് ഇളക്കുക. നന്നായി മിക്സാക്കിയതിന് ശേഷം അതിലേക്ക് 1 കപ്പ് സൂചി ഗോതമ്പിന് 3 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കുക. ടേസ്റ്റ് ചെയ്യുക. മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റൊക്കെ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ച് കഴിഞ്ഞാൽ ഒന്ന് തുറന്ന് വയ്ക്കുക. തുറന്ന് വെച്ചിട്ട് ഒന്നും കൂടി ഒരു 30 സെക്കൻഡൊക്കെ ഒന്ന് വലിച്ചെടുക്കുക. നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്.